റെക്കോർഡുകൾ തകർത്തുകൊണ്ട് കുതിക്കുകയാണ് സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് നിരക്കിൽ. ഒരു പവൻ സ്വർണത്തിന് ഇന്ന് 1160 രൂപയാണ് വർദ്ധിച്ചത്. ഇന്നലെ സ്വർണ്ണവില കുറഞ്ഞത് ഉപഭോക്താക്കൾക്കും പ്രതീക്ഷ നൽകിയിരുന്നു. അന്താരാഷ്ട്ര സ്വർണ്ണവില ഉയർന്നതോടെ ഇന്ന് വീണ്ടും വില കുത്തനെ ഉയർന്നു. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 52,280 രൂപയാണ്. US മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ വില $35 വർദ്ധിച്ച് സ്വർണ്ണവില $2,325 കുതിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 57,000 രൂപ നൽകേണ്ടി വരും. പതിവ് കള്ളനെ കയ്യോടെ പൊക്കി പോലീസ്. തിരുനക്കര ക്ഷേത്രത്തിന് സമീപത്തുള്ള കടമുറിയിൽ നിന്നും പണം മോഷ്ടിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലപ്പലം പ്ലാഷ്നാൽ തെളിയാമറ്റം ഭാഗത്ത് കാരാട്ട് വീട്ടിൽ KS ശ്രീജിത്ത് എന്നയാളെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഴിഞ്ഞ മാസം 27 രാത്രി 12 മണിയോടുകൂടി തിരുനക്കര ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന കടമുറിക്കുള്ളിൽ അതിക്രമിച്ചു കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 8,000 രൂപ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു. പരാതിയെ തുടർന്ന് കോട്ടയം വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ മോഷ്ടാവിനെ തിരിച്ചറിയുകയും ചെയ്തു. തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. ശ്രീജിത്തിന് ഈരാറ്റുപേട്ട, പാല, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി, തൊടുപുഴ, മുട്ടം എന്നീ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകൾ നിലവിലുണ്ട്. ഓഡിറ്ററെ ഗുണ്ടകളെ വിട്ട് മർദ്ദിച്ചു. സഹപ്രവർത്തകൻ അറസ്റ്റിൽ. ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഓഡിറ്ററായി ജോലി ചെയ്യുന്ന ആളെ ആക്രമിച്ച കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കമ്പനിയിലെ സഹപ്രവർത്തകരായ ഉമാശങ്കറും വിനേഷും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. കമ്പനിയിൽ പുതിയതായി ജോലിക്കെത്തിയ സുരേഷ് എന്നയാളെയാണ് ഇവർ ആക്രമിച്ചത്. വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. ബംഗളൂരുവിലെ ഒരു പാൽ ഉൽപ്പന്ന കമ്പനിയിൽ ഓഡിറ്ററായാണ് സുരേഷ് ജോലി ചെയ്യുന്നതെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ ഉമാശങ്കറും വിനേഷും ഇയാളോടൊപ്പം കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 1 വർഷം മുമ്പ് കമ്പനിയിൽ ജോയിൻ ചെയ്ത സുരേഷ് ഓഡിറ്റിംഗിൽ കാർക്കശ്യക്കാരനായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. എല്ലാ ജീവനക്കാരോടും സ്റ്റോക്ക് ബാലൻസ് ഉടൻ ക്ലിയർ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ പ്രതികൾ വീഴ്ച വരുത്തി. തുടർന്ന് സുരേഷ് ഇക്കാര്യം കമ്പനിയിലെ ഉന്നതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉമാശങ്കറിനും വിനേഷിനുമെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തു. സുരേഷിന്റെ നടപടിയിൽ പ്രകോപിതരായ ഇരുവരും ഇയാളെ വകവരുത്താനായി ഗുണ്ടകളെ വാടകയ്ക്കെടുത്ത് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. കല്യാൺ നഗറിന് സമീപത്ത് വെച്ച് നട റോഡിലായിരുന്നു സുരേഷിനെ മർദ്ദിച്ചത്. പ്രതികൾ സുരേഷിനെ ഇരുമ്പ് വടികൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞത്. വീഡിയോ വൈറലായതോടെ ഹെന്നൂർ മേഖലയിൽ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു. അനിൽ ആന്റണി BJPയെയും ചതിക്കും. PJ കുര്യൻ. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന അനിൽ ആന്റണി BJPയെയും ചതിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രൊഫസർ PJ കുര്യൻ. ആന്റണിയുടെ പര്യടന പരിപാടിയിൽ മല്ലപ്പള്ളിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച ശേഷം കോൺഗ്രസിനെ ചതിച്ചയാളാണ് അനിൽ ആന്റണി. ഇപ്പോൾ BJPയിൽ പോയി. ഇനി വൈകാതെ വഴിയാധാരമാകും. തിരികെ വരുമ്പോൾ അനിലിനെ നമുക്കെടുക്കാമെന്നും കുര്യൻ പറഞ്ഞു. ഇതോടെ സദസ്സിൽ നിന്നും ശബ്ദമുയർന്നു. നമുക്ക് വേണ്ടെന്നായിരുന്നു ഒരേ സ്വരത്തിൽ സദസ്സിന്റെ മറുപടി. ഇതോടെ വേദിയിലും ചിരി നിറഞ്ഞു. പാനൂർ സ്ഫോടനം. ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ലെന്ന് മുഖ്യമന്ത്രി. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ CPM അനുഭാവിയായ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. അരുൺ, അതുൽ, ഷിബില്ലാൽ, സായൂജ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലായത്. സ്ഫോടനം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നവരാണ് 4 പേരും. കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച സായൂജിനെ പാലക്കാട് നിന്നാണ് പിടികൂടിയത്. ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ട 8 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞതായാണ് പോലീസ് അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മാണം UDF അടക്കം വലിയ ചർച്ചയാക്കിയതോടെയാണ് അന്വേഷണം കടുപ്പിക്കാൻ പോലീസും തയ്യാറായത്. വിഷയം വിവാദമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഭവത്തിൽ പ്രതികരിച്ചു. പ്രതികൾ ബോംബ് നിർമ്മിക്കുമെന്ന് 4 മാസം മുമ്പ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നതിനെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ബോംബ് നിർമ്മിച്ചത് ഗുരുതര നിയമലംഘനമാണെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.